ചാപ്റ്റർ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ്സിൽ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചില മോഡ്സിനെ കുറിച്ചിട്ടാണ്. എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. മോഡ്സ് ഓഫ് ബിസിനസ് മീൻസ് ദ മാനർ ഇൻ വിച്ച് ബിസിനസ് ഇസ് കണ്ടക്ടിങ് ആൻഡ് എമർജിംഗ് മീൻസ് ചേഞ്ചസ് ദാറ്റ് ആർ ഹാപ്പനിങ് ടുഡേ. മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന രീതികൾ. അത്തരത്തിലുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന രീതികളിൽ ഉണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ബിസിനസ് ഇന്ന് വളരെയധികം കോമ്പറ്റീഷൻസ് നേരിടുന്ന ഒരു ഏരിയയാണ്. സോ അത്തരത്തിൽ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനും ഏറ്റവും പുതിയ രീതിയിൽ പുതിയ പുതിയ വേസ് കണ്ടെത്തി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈപ്പ് ഓഫ് മാറ്റങ്ങളാണ് ഈ ഒരു ഏരിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അത്തരത്തില് മേജർ ആയിട്ടുള്ള ഏതൊക്കെ ചേഞ്ചസ് ആണ് ഇന്ന് ഈ രീതിയിൽ ഹാപ്പൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടേം ആണ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. കൺവേർഷൻ ഓഫ് ടെക്സ്റ്റ്, സൗണ്ട്, ഇമേജസ്, വീഡിയോ into a series of ones and zeros that can be transmitted electronically. Digitization is the base upon which development of internet banking, development in the field of communication, etc. happened. എന്താണ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള വേർഡ്സിനെ, സൗണ്ട്സിനെ, ഇമേജസിനെയൊക്കെ 1ഉം 0ഉം തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് രീതിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കത് ഇന്റർനെറ്റിന്റെ ഡെവലപ്മെന്റ്സ് കൊണ്ടും ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ള ഡെവലപ്മെന്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ടേമാണ് ഡിജിറ്റൈസേഷൻ. സോ അതെന്ന് പറയുന്നത് വൺ ഓഫ് ദി മേജർ മോഡ്സ് ഓഫ് എമർജിംഗ് മോഡ്സ് ഇൻ ബിസിനസ് ആണ് ഡിജിറ്റൈസേഷൻ. രണ്ടാമത്തെ ടേമാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ BPO എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഇന്റർനാഷണലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇതിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ബിസിനസ് ആണ്. ഈ ബിസിനസ്, ഈ ടേംസ് ഒക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബിസിനസ് ആണ്. ബിസിനസ് ആക്ടിവിറ്റീസ് ഇന്റർനെറ്റിന്റെ ഹെൽപ്പോടുകൂടി ചെയ്യുന്നതിനാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അത് കൊമേഴ്ഷ്യലായിട്ടും ട്രേഡ് ചെയ്യാനായിട്ടും ഒക്കെ ബിസിനസ് ആക്ടിവിറ്റീസ് വളരെയധികം ഇന്നത്തെ കാലത്ത് ഈ ബിസിനസ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. So e-business means conduct of industry, trade and commerce activities through internet. E-business എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ട്രേഡും ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. Which means electronic business process include buying and selling products, serving customers, processing payments, managing production control, collaborating with business partners, sharing information, recruiting employees. ഇതെല്ലാം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? പ്രൊഡക്ട്സ് വാങ്ങാനും വിൽക്കാനും, കസ്റ്റമേഴ്സിനെ പലതരത്തിൽ സെർവ് ചെയ്യാനായിട്ട്, പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യാനായിട്ട്, പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്, മറ്റു ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാനായിട്ട്, പിന്നെ എംപ്ലോയീസിനെ പല വിധത്തിൽ റിക്രൂട്ട് ചെയ്യാനായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ബിസിനസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours a day അത് അവൈലബിൾ ആയിരിക്കും. 365 days of a year ബിസിനസ് ടു ബിസിനസ് ഓപ്പൺ ആയിരിക്കും. പുതിയ പുതിയ ആസ്പെക്റ്റിലേക്ക് പോകാൻ, ബിസിനസ്മാനെ മൊത്തത്തിലുള്ള എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ, കൺവെൻഷനൽ ആയിട്ടുള്ള ബിസിനസ് പ്രോസസ്സിനെയും മാർക്കറ്റിങ്ങിനെയും സർവീസിനെയും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ബിസിനസ് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ബിസിനസിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ ബിസിനസിന്റെ മോഡൽസ് എന്നൊക്കെയാണ്. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. വൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പ്രൊഡക്ഷൻ വരും, ഫിനാൻസ് വരും, മാർക്കറ്റിംഗ് വരും, പേഴ്സണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വരും. ഇപ്പൊ മാനേജറിയൽ ആക്ടിവിറ്റീസിനകത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ് ഇതെല്ലാം ചെയ്യാറുണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തില് ഇലക്ട്രോണിക് ട്രാൻസാക്ഷനകത്ത് ഒത്തിരി പാർട്ടീസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം these parties involved in the electronic transactions can be classified into different categories. പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം.
അത്തരത്തിൽ പല മോഡൽസ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്ന് ബിസിനസ് ടു ബിസിനസ് മോഡൽ, രണ്ട് ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ, ദെൻ ബിസിനസ് ടു ഗവൺമെന്റ് മോഡൽ, പിന്നെ ബിസിനസ് ടു എംപ്ലോയീസ് മോഡൽ, ദെൻ കൺസ്യൂമർ ടു കൺസ്യൂമർ. ഇതിൽ നിങ്ങൾ ബി ടു ബി, ബി ടു സി, ബി ടു ജി, ബി ടു ഇ, സി ടു സി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പരിചയമായിരിക്കണം. സി ടു സി പെട്ടെന്ന് കേട്ടു, എന്താ കൺസ്യൂമർ ടു കൺസ്യൂമർ, ബി ടു ജി ബിസിനസ് ടു ഗവൺമെന്റ്, ബി ടു ബി ബിസിനസ് ടു ബിസിനസ്. ഇത് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം. സോ ഒന്നാമത്തെ മോഡലാണ് ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും, ഇതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന രണ്ട് പാർട്ടികളും ബിസിനസ് ഫേംസ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരു ബിസിനസ്സും തമ്മിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ബി ടു ബി ബിസിനസ് ടു ബിസിനസ്. അപ്പൊ രണ്ട് പാർട്ടീസ് ബിസിനസ് ആയിരിക്കും. അപ്പോൾ ഇവർ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി രണ്ട് ബിസിനസ് ഫേംസുകൾ അവരുടെ പ്രോഡക്ട്സും സർവീസും ഇൻഫർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യുന്നു. അപ്പൊ അറൌണ്ട് ഒരു 80% ഓഫ് ദി ട്രാൻസാക്ഷൻസ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള ടൈപ്പാണ്. ഇത്തരത്തിൽ ബി ടു ബി ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ ബി ടു ബി ട്രാൻസാക്ഷൻസ് എപ്പോഴും അൺനെസസറി ആയിട്ടുള്ള ഇൻവെന്ററിനെയും എലിമിനേറ്റ് ചെയ്യാനും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ബയറും സെല്ലറും തമ്മിൽ നിലനിർത്താനും സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇത്തരത്തിലുള്ള ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസിൽ നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്ലയേഴ്സിന്റെ അടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ രണ്ട് ട്രേഡ് നെഗോഷിയേഷൻസ്, അതേപോലെ തന്നെ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, സപ്ലയേഴ്സിന് കറക്റ്റായിട്ട് പേയ്മെന്റ്സ് കൊടുക്കുന്നത്, പിന്നെ ഡോക്യുമെന്റ്സോ അങ്ങനെ ഇത്തരത്തിലുള്ള പർച്ചേസ് ഓർഡേഴ്സോ ഇൻവോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസിൽ വരുന്നവയാണ്. The reason is that business to business commerce sellers know the production schedule of the buyer, and the buyer is also known as various alternative source of materials. ഇത്തരത്തില് ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ് നടക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം, സെല്ലർക്ക് അറിയാൻ പറ്റും എത്ര പ്രൊഡക്ഷൻ ആണ് നടത്താൻ പോകുന്നത്, ബയർക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സോഴ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞു വെച്ചിട്ട് ഇത്തരത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജിയോഗ്രഫിക് ഫ്രാഗ്മെന്റേഷൻ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. രണ്ടാമത്തെ മോഡലാണ് ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ. ഇതിൽ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ഒരു ബിസിനസ് ഫേംസും കസ്റ്റമേഴ്സും തമ്മിലായിരിക്കും. ബിസിനസ് ടു കസ്റ്റമേഴ്സ് കൊമേഴ്സ് ആണ് ബിസിനസ് ടു കസ്റ്റമർ മോഡലിൽ പറയുന്നത്. അതായത് ഇപ്പം ബിസിനസ് കസ്റ്റമേഴ്സിന് ഓൺലൈനായിട്ട് സാധനങ്ങൾ സെല് ചെയ്യുന്നത്, ഓൺലൈനായിട്ട് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നത്, ഓൺലൈൻ പേയ്മെന്റ്സ് ചെയ്യുന്നത്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് രജിസ്ട്രേഷൻസ് ചെയ്യുന്നത്, പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് എന്തെങ്കിലും ഓൺലൈൻ ത്രൂ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള ബിസിനസ് ടു കൺസ്യൂമർ മോഡലാണ്. ബിസിനസ് ടു കൺസ്യൂമർ ഏറ്റവും കൂടുതൽ പെർമിറ്റ് ചെയ്യുന്നത് ലോവർ കോസ്റ്റ് ഹൈ സ്പീഡ്, ഇത് രണ്ടുമാണ് അതിന്റെ ബേസിക് ആക്ടിവിറ്റീസ്. ബിസിനസ് ടു കസ്റ്റമർ ആകുമ്പോഴത്തേക്കും ആക്ടിവിറ്റീസ് ഒരു കുറച്ച് കോസ്റ്റ് കുറഞ്ഞ് എന്നാൽ നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ ബിസിനസ് ടു കസ്റ്റമർ കൊമേഴ്സ് enables a business to be touched in with customers പേഴ്സണൽ അവേഴ്സ്. അതായത് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു പേഴ്സണൽ ടച്ച് വരുത്താൻ ഇത്തരത്തിലുള്ള ബിസിനസ് ടു കസ്റ്റമർ മോഡൽസ് ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തില് ബിസിനസ് ടു കസ്റ്റമേഴ്സിന്റെ ബിസിനസ് ട്രാൻസാക്ഷൻസ് പറയാനാണെങ്കിൽ ഓൺലൈനായിട്ട് ഇലക്ട്രോണിക് പേയ്മെന്റ്സ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് കംപ്ലൈൻസ് രജിസ്റ്റർ ചെയ്യുന്നത്, കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ ഇത്തരത്തിൽ ബിസിനസ് ടു കസ്റ്റമർ മോഡലാണ്. നെക്സ്റ്റ് മോഡലാണ് ബിസിനസ് ടു ഗവൺമെന്റ് അല്ലെങ്കിൽ B2G എന്ന് പറയുന്നത്. അപ്പൊ ഈസിലി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ നടക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് വിത്ത് ഗവൺമെന്റ് ആയിരിക്കും ത്രൂ ഇന്റർനെറ്റ്. ഇതിനകത്ത് ഈ ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നതൊക്കെ ബിസിനസ് ടു ഗവൺമെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ്സിലാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോ ടാക്സ് ഒക്കെ പേ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടല്ലേ, ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത്, ലൈസൻസ് കൊടുക്കുന്നത്, ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ക്ലിയറൻസ് വാങ്ങിക്കുന്നത്,
ഇതൊക്കെ എന്താണ്? ഇത്തരത്തിൽ ബിസിനസ് ടു ഗവൺമെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ബിസിനസ് ടു എംപ്ലോയീസ്. ഇവിടെ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് അതുപോലെ തന്നെ എംപ്ലോയീസ് ആണ്. ബിസിനസ് ടു എംപ്ലോയീസ് ട്രാൻസാക്ഷൻസ്. അതിന്റെ എക്സാമ്പിൾസ് നോക്കാനാണെങ്കിൽ ഇപ്പം സാലറി, ഇലക്ട്രോണിക്കലി പേ ചെയ്യുന്ന സാലറി, ഇ ബാങ്കിങ് കൂടെ നടക്കുന്ന എംപ്ലോയീസിന്റെ സജഷൻസ്, ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും നോട്ടീസസ് ഇഷ്യൂ ചെയ്യുന്നത്, എംപ്ലോയീസ് അയക്കുന്ന ഇമെയിൽ, ഇവയൊക്കെ എന്താണ്? ബിസിനസ് ടു എംപ്ലോയി ടൈപ്പ് ഓഫ് മോഡൽസ് ആണ്. പിന്നെ വരുന്ന ലാസ്റ്റ് വൺ ആണ് കസ്റ്റമർ ടു കസ്റ്റമർ മോഡൽ. ഇതിൽ 2 ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ആയിരിക്കും നടക്കുന്നത്. മെയിൻ ആയിട്ടും സൈറ്റ്സ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള ക്ലാസ് വീൽസ്, ഓപ്ഷൻ ഫോറംസ്, ഇൻഡിവിജ്വൽസിന് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ട്ലി പ്രോഡക്ട്സ് ബൈ ചെയ്യാൻ പറ്റുന്നതും സെൽ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള കസ്റ്റമർ ടു കസ്റ്റമർ ടൈപ്പ് ഓഫ് ബിസിനസ് മോഡൽസ് ആണെന്നാണ് പറയുന്നത്. കസ്റ്റമർ ടു കസ്റ്റമർ കൊമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലും ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിലായിട്ടല്ലാതെ, ഇപ്പൊ ബുക്സ് ഒക്കെ, യൂസ്ഡ് കാർ ഒക്കെ സെല് ചെയ്യത്തില്ലേ, അത് ഓൾറെഡി ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമർക്ക് സെൽ ചെയ്യുന്നതല്ലേ. അപ്പൊ ഇത്തരത്തില് ചെറിയ ബുക്സ് വിൽക്കുന്നതും കാർസ് വിൽക്കുന്നതും ഒക്കെ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിൽക്കുന്നതൊക്കെ ഇത്തരത്തിൽ കസ്റ്റമർ ടു കസ്റ്റമർ കൈൻഡ് ഓഫ് സെല്ലായിട്ട് വരാറുണ്ട്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് എം കൊമേഴ്സ്. എം കൊമേഴ്സ് എന്താണ്? Mobile commerce. M-commerce or mobile commerce is a process of buying and selling products and services through wireless handheld devices such as cell phones or PDAs, etc. M-commerce അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും വയർലെസ് ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് ആൻഡ് പ്രോഡക്ട്സ് നമ്മൾ ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും പ്രോസസ്സിനെയാണ് എം കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. എം കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് ഇൻക്ലൂഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതേപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്, ബിൽ പേയ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ ത്രൂ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്. അപ്പൊ ഇത്തരത്തിലുള്ള വയർലെസ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളെ, ഗുഡ്സ് ആൻഡ് സർവീസസ് സെല് ചെയ്യാനും ബൈ ചെയ്യാനും ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിനെയാണ് എം കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇ ബിസിനസ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന 2 ടേംസ്. എന്താണ് ഇ കൊമേഴ്സ് ആൻഡ് ഇ ബിസിനസ്? ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുന്നതിനെയും സെല് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അത് ഈ ബിസിനസിന്റെ ഒരു പാർട്ടാണ്. ഈ ബിസിനസ് കുറച്ചും കൂടെ വൈഡർ ടേമാണ്. ഈ ബിസിനസിന്റെ ഒരു പാർട്ടാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് ഈസ് വൈഡർ ടേം ദാൻ ഇ കൊമേഴ്സ്. ഈ ബിസിനസ്സിനകത്താണെങ്കിൽ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമല്ല ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള ഇന്റർനെറ്റ് ബേസ് ചെയ്ത് നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, പ്രോഡക്റ്റ് ഡിസൈനിങ്, ഇവയൊക്കെ എന്താണ്? ഇത്തരത്തില് ഈ ബിസിനസിന്റെ ഭാഗമാണ്. ഈ ബിസിനസ്സിനകത്ത് വരുന്ന ഒരു ടേമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് ജസ്റ്റ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ഇന്റർനെറ്റ്. പക്ഷെ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വൈഡർ ടേമാണ്. അതിനകത്ത് കുറച്ചും കൂടെ മോണിറ്ററി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ്, ട്രാൻസാക്ഷൻസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, കൊളാബറേറ്റീവ് പ്രോഡക്റ്റ് ഡിസൈനിങ്, ഇത്തരത്തിലുള്ള ടേംസും കൂടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ ബിസിനസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ബിസിനസ് ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇതെല്ലാം മാനേജറിയൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പിന്നെ പ്രോപ്പറായിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്, ഇതെല്ലാം ഈ രീതിയിൽ എഫക്റ്റീവ്ലി ക്യാരിഡ് ഔട്ട് ചെയ്യും. ഇതില് കുറെ അധികം ടേംസ് ഒക്കെ ഈ ബിസിനസ്സിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഈ ബിസിനസിന്റെ അണ്ടറിൽ വരുന്നവയാണ്. ഇനി എന്താണ് ഈ വൈഡർ ടേം ആയിട്ടുള്ള ഈ ബിസിനസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഗ്ലോബൽ മാർക്കറ്റ് തുറന്നു തരികയാണ്. ബൈ ചെയ്യാനും സെല് ചെയ്യാനും, ബയേഴ്സിനാണെങ്കിലും സെല്ലേഴ്സിനാണെങ്കിലും ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. ബിക്കോസ് നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് ബയേഴ്സിനെ നോക്കിയും കണ്ടും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഇപ്പോൾ വാങ്ങാൻ പറ്റും.
അല്ലാന്നുണ്ടെങ്കിൽ പണ്ട് അത് നടക്കത്തില്ലായിരുന്നു. അപ്പൊ ഈ ബിസിനസ് വന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം എന്നൊരു ഓപ്ഷൻസ് നമുക്ക് വന്നത്. പിന്നെ ഈ ബിസിനസ്സിനകത്ത് ബൗണ്ടറീസ് വളരെ കുറവാണ്. സെല്ലേഴ്സിന് ഒരു ബൗണ്ടറി ഒന്നുമില്ല, ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒന്നുമില്ല. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് വേൾഡ് വൈഡിന് എന്ത് വേണമെങ്കിലും വാങ്ങാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് ആണ് സ്പീഡ്. ഈ ബിസിനസ് ഇൻഫർമേഷൻസ് വളരെ സ്പീഡിലാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ബൈ ചെയ്യാനാണെങ്കിലും സെല് ചെയ്യാണെങ്കിലും മൗസിന്റെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പം കുറെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, മൂവീസ്, മ്യൂസിക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് എത്ര എളുപ്പത്തിലാണ്, നമുക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ സ്പീഡ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ബിസിനസ്സിലുണ്ട്. പിന്നെ പറയുന്ന കൺവീനിയൻസ്. നമുക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് വി ക്യാൻ അസസ് എനിത്തിങ് എനിവെയർ എനി ടൈം. നിങ്ങൾക്ക് ഈ സെന്റൻസ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ബിസിനസ്സിൽ. വി ക്യാൻ അസസ് എനിത്തിങ് എനിവെയർ എനി ടൈം. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമുക്ക് വളരെ കൺവീനിയന്റ് ആണെന്നുള്ളത്. പിന്നെയാണ് ഈസി ടു ഫോം ആൻഡ് ലോവർ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്സ്. നമുക്ക് ബാക്കിയുള്ള ഫിസിക്കൽ സ്റ്റോഴ്സ് പോലെയല്ല, ഈ ബിസിനസ് വളരെ റിലേറ്റീവ്ലി വളരെ എളുപ്പമാണ് ഈ ബിസിനസ് തുടങ്ങാനായിട്ട്. നമുക്ക് വേറെ രീതിയിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, സ്റ്റോക്ക് എടുക്കണം, വേറെ ഷോപ്സ് നമുക്ക് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യണം, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ വളരെയധികം ഈസിയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് കോസ്റ്റ് ഓഫ് പർച്ചേസ് കുറവാണെന്നുള്ളത്. റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് പർച്ചേസസ്. ഈ ബിസിനസ്സിലെ കസ്റ്റമേഴ്സിന് ഗുഡ്സ് വളരെ എളുപ്പത്തിൽ ഓർഡർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് അവിടെ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുവഴി നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യും, ഒത്തിരി മണി സേവ് ചെയ്യും, എനർജി സേവ് ചെയ്യും. സോ അതൊക്കെ കോസ്റ്റ് ഓഫ് പർച്ചേസ് വളരെയധികം കുറവാണെന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. നെക്സ്റ്റ് വൺ ആണ് റെഡ്യൂസ്ഡ് സെല്ലിംഗ് ആൻഡ് മാർക്കറ്റ് കോസ്റ്റ്. ഈ ബിസിനസ്സിൽ ബാക്കിയുള്ള ട്രഡീഷണൽ കൊമേഴ്സുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിംഗ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. നമുക്ക് ഒരു വളരെ കുറച്ച് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്, സ്റ്റാഫിന്റെ കോസ്റ്റ്, ഷോറൂം കോസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ഗുഡ്സ് ഓവറോൾ വേൾഡിൽ നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. സോ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ് വളരെയധികം കുറവാണ്. നെക്സ്റ്റ് വൺ ആണ് ലെസ് എഫേർട്ട് ഫോർ സെയിൽ. ഈ സ്റ്റോർ ഏറ്റവും കൂടുതൽ ഇമേജസ് വെച്ചിട്ടും ഡീറ്റെയിൽസ് എല്ലാം, അവൈലബിൾ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കസ്റ്റമേഴ്സ്ക്ക് അവൈലബിൾ ആക്കി കൊടുക്കും. സോ അവിടെ വേറെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യമോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേറൊരു സെയിൽസ് സ്റ്റാഫിന്റെ ആവശ്യമോ ഒന്നുമില്ല. അപ്പോൾ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി അവിടെ കുറയാണ് ചെയ്യുന്നത്. സോ സെയിൽ ചെയ്യാനായിട്ട് വളരെ ലെസ് എഫേർട്ട് മതി. സോ ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, ലെസ് എഫേർട്ട് ഫോർ സെയിൽ. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ലോവർ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിൽ ആഡ് ചെയ്യാനായിട്ട് വളരെയധികം കമ്പാരിറ്റീവ്ലി ഓഡിയോ വിഷ്വൽ മീഡിയാസ് ലൈക്ക് റേഡിയോ, TV, ന്യൂസ് പേപ്പർ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി ചിലവ് കുറവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ ഒരു പാർട്ടിൽ കൊടുക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പണം ചിലവാക്കണം ആഡ് കൊടുക്കാൻ. അത് അറ്റ് ദ സെയിം ടൈം ഇന്റർനെറ്റിൽ കൊടുക്കാനാണെങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ അതൊരു വാസ്റ്റ് ഏരിയയിലോട്ട് ചെല്ലുകയും ചെയ്യും. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ആണ് ഈക്വൽ ചാൻസ് ഫോർ ഓൾ. ഈ കൊമേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്മോൾ ബിസിനസ് ആണെങ്കിലും മീഡിയം ആണെങ്കിലും ലാർജ് സൈസിലെ ബിസിനസ് ആണെങ്കിലും അവർക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് സെക്യൂർ ആൻഡ് സേഫ് ഓപ്പറേഷൻസ്. യൂഷ്വലി ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഇന്റർനെറ്റ് ത്രൂ ആയതുകൊണ്ടും മിഡിൽ മാൻ്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടും തന്നെ നമുക്ക് പാസ്വേഡ്സ്, പ്രൈവസി, സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സോ അത്തരത്തിൽ നമ്മൾ സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടുമുള്ള ഓപ്പറേഷൻസ് ആണ് ക്യാരി ഓൺ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് എനേബിൾ ഫ്ലെക്സിബിൾ വർക്കിംഗ് പ്രാക്ടീസസ് എന്നുള്ളത്. അതായത് നമുക്ക് വർക്ക് ഫ്രം ഹോം ആണ് ശരിക്കും ഇത്തരത്തിലുള്ള ഇ കോമേഴ്സ് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് പ്രാക്ടീസസ് ആണ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് പേപ്പർലെസ് ഓഫീസ് വർക്ക്. ഇന്റർനെറ്റിന്റെ യൂസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്
പേപ്പറിന്റെ വർക്കുകൾ കുറച്ചു എന്നുള്ളതാണ്. നമുക്ക് പെർമിഷൻസ് കൊടുക്കാനും അപ്രൂവൽസ് കൊടുക്കാനും ഇതെല്ലാം നമുക്ക് എന്തിൽ കൂടെ ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമുക്ക് ഓൺലൈൻ ഇന്റർനെറ്റ് ത്രൂ ചെയ്യാൻ പറ്റും. അപ്പം പേപ്പറിന്റെ വർക്ക് ഭയങ്കരമായിട്ട് കുറയും. പേപ്പർ വർക്ക് കുറയുമ്പോൾ തന്നെ ഈ കോംപ്ലക്സിറ്റി ഭയങ്കരമായിട്ട് കുറയും, സിമ്പിൾ ആവും വർക്കൊക്കെ. സോ പേപ്പർലെസ് ഓഫീസ് വർക്ക് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ആണ് ഈ ബിസിനസിന്റെ ലിമിറ്റേഷൻസ് ഓഫ് ഈ ബിസിനസ്. ഇത്തരത്തില് ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുണങ്ങൾ മാത്രമാണോ ഉള്ളത്? ഒരിക്കലും അല്ല, നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസും കൂടെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ് പേഴ്സണൽ ടച്ച് ഇല്ല എന്നുള്ളത്. ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പേഴ്സണൽ ടച്ച് വേണ്ടാത്ത ലൈക്ക് സർവീസസിനാണ്. ഇപ്പം ചില സമയത്ത് ഇപ്പം മെഡിക്കൽ സർവീസിനൊക്കെ പേഴ്സണൽ ടച്ച് ആവശ്യമുണ്ട്. അപ്പൊ അതിനൊക്കെ ഇതൊന്നും സ്യൂട്ടബിൾ അല്ല. നമുക്ക് ഓൺലൈനിൽ കൂടെ ഒരു ഡോക്ടറെ കാണുന്നതും നമ്മൾ നേരിട്ടൊരു ഡോക്ടറെ കണ്ട് സർവീസ് എടുക്കുന്നതും ഡിഫറൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ബട്ട് സ്റ്റിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ പേഴ്സണൽ ടച്ച് ഭയങ്കര കുറവാണ്, ലോ പേഴ്സണൽ ടച്ച് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ലോങ് ടൈം ടു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ്. ഇൻഫർമേഷൻസ് ഒറ്റ ക്ലിക്കിൽ കിട്ടുമെന്ന് പറഞ്ഞാലും ഫിസിക്കൽ ഡെലിവറി പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടി ഒത്തിരി സമയമെടുക്കും. നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിലോട്ട് കിട്ടാൻ ഒറ്റ ക്ലിക്കിൽ കിട്ടത്തില്ലല്ലോ, അത് ആ ടൈം എടുത്തേ നമ്മുടെ കയ്യിലോട്ട് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിലാണ് പ്രോഡക്ട്സ് നമുക്ക് ഡയറക്റ്റ്ലി പോയി എടുക്കാനായിട്ട് പറ്റും. സോ അതാണ് വലിയൊരു കാര്യം, ലോങ് ടൈം ടു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ്. പിന്നെ ഹൈ റിസ്ക് ഡ്യൂ ടു anonymity ആൻഡ് നോൺ ട്രേസബിലിറ്റി ഓഫ് ദ പാർട്ടീസ്. നമുക്ക് ഒരു പാർട്ടിയായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആ പാർട്ടീനെ നമ്മൾ നേരിട്ട് കണ്ടെത്താൻ ആ പാർട്ടി ആക്ച്വൽ പാർട്ടി ആണോ, ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് ഓരോന്നും എടുക്കുമ്പോഴും സൈബർ പേഴ്സണാലിറ്റീസ് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. അപ്പൊ നമുക്ക് അവരുടെ ലൊക്കേഷൻ കണ്ടെത്താനും അവരുടെ ഡയറക്റ്റ് അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ആൾക്കാർ ജെനുവിൻ ആണോ, നമ്മളുമായിട്ട് ബിസിനസ് നടത്തുന്നവർ ജെനുവിൻ ആണോ എന്നറിയുന്നത് റിസ്കിയർ ആണ്. അത് ഇന്റർനെറ്റിൽ കൂടെ നടത്തുന്ന കുറച്ച് റിസ്കി ആക്ടിവിറ്റീസ് ആണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടർ ലിറ്ററസി ഈസ് നീഡഡ്. കമ്പ്യൂട്ടർ ലിറ്ററസി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ബിസിനസ്സിൽ. കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരാൾക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. അയാൾക്ക് ഒരിക്കലും അതൊരു ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കും. അയാൾക്ക് ഈ ബിസിനസ് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നതാണ് പീപ്പിൾ റെസിസ്റ്റൻസ്. എപ്പോഴും ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ കുറച്ച് റെസിസ്റ്റന്റ് ആവും. ആൾക്കാർക്ക് ഇത്തരത്തില് പ്ലാൻസ് ഓർഗനൈസ് ചെയ്യാനോ ഇത്തരത്തിൽ ഈ ബിസിനസ്സിലോട്ട് വരാനോ ഉള്ള താല്പര്യം കുറവായിരിക്കും. അതാവണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. സോ അതാണ് പീപ്പിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഈ ബിസിനസിന്റെയും ട്രഡീഷണൽ ബിസിനസിന്റെയും ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഫോർമേഷന്റെ കാര്യത്തിൽ ഈ ബിസിനസ് കുറച്ച് പാടാണ് തുടങ്ങാൻ. ട്രഡീഷണൽ ബിസിനസ് നമുക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റും. കോസ്റ്റ് ഈ ബിസിനസ് വളരെ കുറഞ്ഞ കോസ്റ്റിലും ട്രഡീഷണൽ ബിസിനസ് ഹൈ കോസ്റ്റിലുമാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ കുറച്ച് ചിലവ് മതി. ട്രഡീഷണൽ ബിസിനസ്സിന് ഒരുപാട് ചിലവ് വേണം. പേഴ്സണൽ ടച്ച് ഓൺലൈനായിട്ട് നടത്തുന്ന ബിസിനസ്സിൽ ഇല്ല. ട്രഡീഷണൽ ബിസിനസ്സിൽ അത് ഹൈ ആണ്. പിന്നെ നമുക്ക് ഗുഡ്സ് ഫിസിക്കലി എക്സാമിൻ ചെയ്ത് നോക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള കാര്യത്തിൽ പോസിബിൾ അല്ല, പക്ഷെ ട്രഡീഷണൽ കാര്യത്തിൽ അത് പോസിബിൾ ആണ്. ബിസിനസ് നമുക്ക് ഈ ബിസിനസ്സിൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ സ്കോപ്പ് ഉണ്ട്. ട്രഡീഷണൽ ബിസിനസിന്റെ കാര്യത്തിൽ അങ്ങനെ സ്കോപ്പ് ഇല്ല. മാർക്കറ്റ് ഈ ബിസിനസ്സിൽ കുറച്ച് വൈഡർ മാർക്കറ്റ് ആണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ നാരോ മാർക്കറ്റ് ആണ് കമ്പാരിറ്റീവ്ലി. ഫിസിക്കൽ പ്രസൻസ് ഈ ബിസിനസ്സിൽ ആവശ്യം ഇല്ല. ട്രഡീഷണൽ കേസിൽ അതിന് ഒരു ആവശ്യം ഉണ്ട്. ട്രാൻസാക്ഷൻ റിസ്ക് ഈ ബിസിനസ് ഹൈ ആണ്. ട്രഡീഷണൽ ബിസിനസ് ലോ ആണ്. ഇപ്പൊ നേച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ടെക്നിക്കലി പ്രൊഫഷണലി ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ് ഈ ബിസിനസ് നടത്താൻ ആവശ്യമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ട്രഡീഷണൽ ബിസിനസ് നടത്താനായിട്ട് ഒരു സെമി സ്കിൽഡ് അൺസ്കിൽഡ് ആണെങ്കിൽ പോലും ഒരാളെ കൊണ്ട് സാധിക്കും. ഇനി എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് കമ്പ്യൂട്ടർ വേണം, ഹാർഡ്വെയർസ് വേണം, ഒരു ബിസിനസ് യൂണിറ്റ് വേണം. ഈ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ പ്രോസസ് ചെയ്യാൻ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒക്കെ നമുക്ക് വേണം. ഒന്നാമത് വേണ്ടത് ടെക്നിക്കലി ഇത് ചെയ്യാൻ അറിയാവുന്ന വർക്ക് ഫോഴ്സ് ആണ്. ദർ ഷുഡ് ബി എ ട്രെയിൻ പേഴ്സണൽ. അത് അറിയുന്ന ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളും വിത്ത് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഇന്റർനെറ്റ്. ഇത് നമുക്ക് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ.
പിന്നെ നമുക്കൊരു വെബ്സൈറ്റ്, വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് വേണം. ഫേംസ് മസ്റ്റ് ആയിട്ടും ഈ വെബ്സൈറ്റ്സ് ഡെവലപ്പ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് എഫക്റ്റീവ് ആയിട്ട് കസ്റ്റമേഴ്സിനോട് എത്തിക്കാൻ വേണ്ടി നല്ല രീതിയിലൊരു വെബ്സൈറ്റ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കണം. പിന്നെ ഉള്ളതാണ് സിസ്റ്റം ഓഫ് റിസീവിംഗ് പേയ്മെന്റ്സ്. there should be a proper system of receiving payments. ഗുഡ്സ് വിൽക്കുമ്പം പേയ്മെന്റ് നടത്താനായിട്ട് പ്രോപ്പർ ആയിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കണം. ബിസിനസ് യൂണിറ്റ്സ് ബാങ്കുമായിട്ടോ ക്രെഡിറ്റ് കാർഡുമായിട്ടോ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് നല്ല രീതിയിൽ പേയ്മെന്റ്സ്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ബിസിനസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പേയ്മെന്റ് കിട്ടണമല്ലോ. പിന്നെ ഉള്ളതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. പ്രോപ്പറായിട്ട് ടെലിഫോൺ ലൈൻസ്, ഹൈ സ്പീഡ് ഇന്റർനെറ്റ്, അതുപോലെ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൊറിയർ സർവീസസ്, എസെൻഷ്യൽ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ്, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ബിസിനസ് നടത്തുമ്പോൾ അത്യാവശ്യമാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ താഴെ കാണുന്ന ഇമേജസിൽ പറയുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയുന്ന ഇമേജസ് ആണ്. അതിൽ നോക്കൂ, ബയർ ആൻഡ് സെല്ലർ ഉണ്ട്, സെലക്ഷൻ ഓഫ് ഗുഡ്സ് ഉണ്ട്, പ്രൈസ് നെഗോഷിയേഷൻ ഉണ്ട്, സെയിൽ ഉണ്ട്, പേയ്മെന്റ് ഉണ്ട്, ഡെലിവറി ഉണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസസ് ഉണ്ട്. ഇതിൽ ബയർ ആൻഡ് സെല്ലർ ഓഫ് ഈ ഇമേജ് പറയുന്നത് ഈ ഓൺലൈൻ ട്രാൻസാക്ഷന്റെ പ്രോസസ്സിനെ കുറിച്ചാണ്. ബയർ ആൻഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് ബിഗിൻ ചെയ്യുന്നത് ഒരു ബയറോ സെല്ലറോ അങ്ങോട്ടും ഇങ്ങോട്ടും ലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ്. സെലക്ഷൻ ഓഫ് ഗുഡ്സ്, ബയർ അയാൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നു ഏത് പ്രൈസസിലാണ് അത് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ദെൻ സെയിലിലോട്ട് പോകുന്നു. വൺസ് അവർ എഗ്രിമെന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് സെയിൽസ് ചെയ്യുന്നു. അതേപോലെ തന്നെ പേയ്മെന്റ്, ബയർ പ്രോപ്പറായിട്ടുള്ള പേയ്മെന്റ് സെല്ലർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഡെലിവറി, ഗുഡ്സ് പ്രോപ്പറായിട്ട് പർച്ചേസ് ചെയ്ത ഐറ്റം പ്രോപ്പറായിട്ട് ബയറിൽ ഡെലിവർ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ സെയിൽ സർവീസസ്. ഫൈനലി the process may include after sale services such as ഇപ്പം കസ്റ്റമർ സപ്പോർട്ട്, വാറണ്ടി ക്ലെയിം ചെയ്യാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഫ്റ്റർ സെയിൽ സർവീസിൽ വരുന്നു. ഇതാണ് ഓൺലൈൻ ട്രാൻസാക്ഷന്റെ ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഇതും കൂടെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ടതാണ്.